Hello friends, welcome back to Anci's World. ഞാനിന്നൊരു കിഡിലൻ ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഷവർമയുടെ അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല കിഡിലൻ ഷവർമയാണ്. ഈ ഷവർമ സോസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സോസാണ് ഈ ഷവർമയ്ക്ക് ഈ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും 100% ഇഷ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഷവർമ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ചില്ലി പൗഡർ, ഹാഫ് ടീസ്പൂണ് പാപ്രിക്ക പൗഡർ, ടർമറിക് പൗഡർ, ഗരം മസാല, അതുപോലെ തന്നെ അറബിക് മസാല, ആവശ്യമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ തൈര്, വിനീഗർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂട്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഷവർമ ബ്രെഡ് അല്ലെങ്കിൽ നമ്മുടെ കുബൂസ്, ഇതാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈ വേണം. ഞാൻ ഇവിടെ കിട്ടുന്ന ആ ഒരു ഷവർമയുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഫ്രഞ്ച് ഫ്രൈ വേണം, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പിലിട്ട വെജിറ്റബിൾസാണ്. ഇതിൽ ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബർ അല്ലാണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മുളക് കൂടി കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. നമ്മൾ ഷവർമ കഴിക്കുമ്പോൾ മുളകും കൂടെ കിട്ടാറില്ലേ. ഇനി നമുക്ക് ഷവർമ സോസ് ഉണ്ടാക്കാം. ഈ ഷവർമ സോസ് കുറച്ച് ഡിഫറെൻ്റാണ്. ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന ഷവർമയുടെ അതേ ടേസ്റ്റോട് കൂടി തന്നെയാണ് ഈ ഷവർമ സോസ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോനൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹോം മെയ്ഡ് മയോനൈസ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോനൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, തഹിനി പേസ്റ്റ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് തഹിനി പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ ഷവർമ ഉണ്ടാക്കാതിരിക്കേണ്ട. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അത് ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തഹിനി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ആഡ് ചെയ്യുക. നിങ്ങൾക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1-2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ളത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ ഉണ്ടാക്കണമെങ്കിൽ മാത്രമാണ് ഈ ഷവർമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇവിടുന്ന് കിട്ടുന്ന ആ ഷവർമയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. ഞാൻ കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല. ടൊമാറ്റോ അതുപോലെ തന്നെ നമ്മുടെ ലെറ്റ്യൂസ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ലെറ്റ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ, കിട്ടുന്നില്ലെങ്കിൽ അതിന് പകരം ക്യാബേജ് യൂസ് ചെയ്യുക. പിന്നെ ക്യാരറ്റ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും വേണ്ട. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ പിക്കിൾഡ് വെജിറ്റബിൾസ് വേറെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ എക്സ്ട്രാ ക്യാരറ്റോ അങ്ങനെയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഷവർമ ബ്രെഡ് അല്ലെങ്കിൽ കുബൂസ് അതിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ സോസ്, ഷവർമ സോസ് ആദ്യം തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു മിക്സിൽ അത് വെച്ച് കൊടുക്കുക. എത്രയും നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഫ്രഞ്ച് ഫ്രൈ വെക്കാം. കുട്ടികൾക്കൊക്കെ ഫ്രഞ്ച് ഫ്രൈ വളരെ ഇഷ്ടവും, അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പിലിട്ട എന്താ പറയുക കുക്കുംബറും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. നന്നായിട്ട് അങ്ങ് റാപ്പ് ചെയ്ത് കൊടുക്കാം.
നല്ല ടൈറ്റിൽ അങ്ങോട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ നമ്മൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. നല്ല സേഫായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈ ഒന്നും വെക്കണമെന്നില്ല, അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ലെറ്റ്യൂസിന് പകരം ലെറ്റ്യൂസ് ഇപ്പോൾ നാട്ടിൽ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അതിന് പകരം ക്യാബേജൊക്കെ വെച്ച് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി എളുപ്പമല്ല ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയുടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സോസ് കൊണ്ട് നമുക്കൊരു 6-7 ഷവർമ വരെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ, ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തഹിനി പേസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തഹിനി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെളുത്ത എള്ളാണ് വേണ്ട കേട്ടോ. അത് ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊരു ഫ്രൈങ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. നന്നായിട്ട് കളർ ടേൺ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് മാറി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഈ ഒരു കളറിൽ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. എൻ്റെ ഇവിടെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് കൂടി പോയിട്ടുണ്ട്. ഇത്രയ്ക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമുക്കിതൊരു ഓഫ് വൈറ്റ് കളറിലാണ് കിട്ടേണ്ടത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. അതിന് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരണം. ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഓയിലൊക്കെ ഇറങ്ങി വരും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2-2.25 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. എനിക്കിവിടെ 2.25 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് വേണ്ടി വന്നിട്ടുള്ളത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരിക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. പിന്നെ ഇത്രയ്ക്ക് യെല്ലോയിഷ് അല്ല കേട്ടോ, ഒരു ഓഫ് വൈറ്റ് കളറാണ് ഉണ്ടാവുക. ഞാൻ ഫ്രൈ ചെയ്തത് ജസ്റ്റ് ഒന്ന് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഈ ഒരു കളറിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, കളർ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ തഹിനി പേസ്റ്റ് ഉണ്ടാക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ കുറച്ച് തഹിനി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഹമ്മൂസും അതുപോലെ തന്നെ ഇതുപോലെ ഷവർമൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും. ഈ തഹിനി പേസ്റ്റ് നമുക്കൊരു 1-2 ആഴ്ചത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടാവാതെ കിട്ടും. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക കേട്ടോ. വളരെ ഹെൽത്തിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഷവർമ അതുപോലെ തന്നെ തഹിനി പേസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.